ഇത്തവണത്തെ കലോത്സവത്തിന് കൊടിമരം എന്ന് പറയുന്ന ഈ ശില്പരൂപത്തിലുള്ള കൊടിമരം നിർമ്മിച്ചത് ഞാനാണ്. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉള്ളതായിരിക്കരുത്. അതായത് കാഴ്ചക്കാരൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എൻ്റെ വർക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് അത് എന്തൊക്കെയാണെന്ന് ആലോചിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. 64ാമത്തെ കലോത്സവമാണ്. നമുക്ക് 64 കലകളുണ്ട്. തൃശ്ശൂരാണ് നടക്കുന്നത്. ആനയില്ലാത്ത ഒരു പൂരത്തെ പറ്റിയോ ആനപ്രായമില്ലാത്തൊരു തൃശ്ശൂരുകാരനെ പറ്റിയോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ആനക്കൊമ്പും ആയിട്ട് നമ്മളതിലേക്ക് സംയോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൊടി ഉയർത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ബ്രഷിലേക്ക് എത്തുന്നത്. അങ്ങനെ ബ്രഷ് കൊടിമരമായി. ഇനി 64 ഉണ്ടാക്കാനായിട്ട് 6 എടുത്തപ്പോൾ 6-ന് നമുക്കൊരു വീണയുടെ ഒരു സാദൃശ്യം തോന്നി. അപ്പോൾ അന്ന വീണ കിടക്കട്ടെ, അങ്ങനെ വീണയും 6-ഉം ചേർത്ത് വെച്ചപ്പോൾ അതിൽ 4-ൻ്റെ സാധ്യത കണ്ടു. അപ്പോൾ അവിടെ നിന്ന് വീണ നമ്മൾക്ക് ഒരു കൈ പോകുന്ന പോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തു. അപ്പോൾ അത് 64ആയി. അപ്പോൾ അതിങ്ങനെ പോകണ കണ്ടപ്പോൾ തോന്നി ഒരു ചിലങ്ക ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ കുറച്ച് ചിലങ്ക ഉണ്ടാക്കി ഒരു 64 ചിലങ്കമണികൾ. അത് 64 ചിലങ്കമണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലോത്സവത്തെ ബേസ് ചെയ്തിട്ടല്ല. അത് 64 കലകളെ സൂചിപ്പിക്കുന്ന 64 ചിലങ്കമണികളാണ്.